സ്വന്തം കൈകൊണ്ട് ഒരു മിഠായിയുടെ മധുരം പോലും ആ കുരുന്നുകളുടെ ജീവിതത്തിലേക്ക് പകരാൻ അയാളുടെ ജാതിബോധം അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് അയാൾ അങ്ങോട്ട് പോയത്? കൺമുന്നിൽ ഇത്രയും വലിയ അനീതി നടന്നിട്ടും ചിരിച്ചുകൊണ്ട് വായും പൊത്തിയിരുന്ന മന്ത്രി എന്ത് പിന്നോക്കക്ഷേമമാണ് ഈ നാടിന് ഉറപ്പു നൽകുന്നത്? സത്യപ്രതിജ്ഞാവാചകം വെറും കടലാസ് കുറിപ്പുകളല്ലെന്ന് ബോധ്യപ്പെടാത്ത ജനപ്രതിനിധികൾ ഈ നാടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കാനാണ്? എല്ലാം നമ്മുടെ അപ്പാപ്പനായ MLA സാറാണ്. ഞങ്ങളുടെ എല്ലാവരും കട്ടേല കുടുംബത്തിന്റെ ഒരു അപ്പാപ്പൻ തന്നെയാണ്. എല്ലാത്തിനും അപ്പാപ്പനെ ഞങ്ങൾ ഇവിടെ ക്ഷണിക്കും, എല്ലാ പരിപാടിക്കും ഞങ്ങൾ ക്ഷണിക്കും. ഞങ്ങളുടെ വിളി കേൾക്കാനായി കാത്തിരിക്കുവാണെന്ന് തോന്നുന്നു അപ്പാപ്പൻ. അപ്പോഴേ ഓടിയെത്തും. മാസത്തിലൊരിക്കൽ അവരുടെ MLA-യോടൊപ്പം തിയേറ്ററിൽ പോയിരുന്ന, അവരുടെ പ്രിയപ്പെട്ട സഞ്ജു ചേട്ടനെ പഴയ MLA-യോടൊപ്പം പോയി കണ്ടിരുന്ന, ഓരോ ആഘോഷ ദിവസങ്ങളിലും അവർക്കൊപ്പമുണ്ടായിരുന്ന പഴയ MLA-യെ അവരിന്നലെ ഓർത്തു കാണില്ലേ?